PM ശ്രീ പദ്ധതിയിൽ കുരുങ്ങി നിൽക്കുകയാണ് സർക്കാർ. LDF മുന്നണി തന്നെ ആടി ഉലയുന്നുണ്ടോ എന്ന് സംശയം. ഏറെക്കാലമായിട്ട് ഘടകകക്ഷികളിൽ പ്രധാനിയായിട്ടുള്ള CPI അതൃപ്തരായി നിൽക്കുകയാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതോടുകൂടി ആ അതൃപ്തി 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. ഇപ്പോൾ CPIയുടെ ദേശീയ നേതൃത്വം കേരള ഘടകത്തിന് വലിയ പിന്തുണ കൊടുത്തിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള തീരുമാനവും എടുക്കാം, അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്, അതിന് പൂർണ്ണ പിന്തുണയും നൽകിയിരിക്കുകയാണ്. കാരണം RSSന്റെ അജണ്ട നടപ്പിലാക്കുന്നതാണ് ഈ PM ശ്രീ പദ്ധതി എന്നുള്ള രീതിയിലാണ് CPI ഇപ്പോൾ മുന്നണിക്കകത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചു നിൽക്കുന്നത്. 2 തവണ മന്ത്രിസഭാ യോഗത്തിൽ മാറ്റിവെച്ച കാര്യം പിന്നീട് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനനുസരിച്ച് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പിണറായി വിജയന്റെ തന്നിഷ്ടമാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. പിണറായി വിജയൻ തന്നെയാണ് ഇതിനകത്ത് ഒരു പ്രധാന പ്രതിയായിട്ട് CPI കാണുന്നത്. CPI നമുക്കറിയാം, പല വിഷയങ്ങളിലും CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് താഴെ തട്ടിലുള്ള യോഗങ്ങളൊക്കെ നടക്കുമ്പോഴും അതിശക്തമായ എതിർപ്പാണ്. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, അങ്ങനെ കേരളത്തിൻ്റെ മിക്ക ജില്ലകളിൽ നിന്നും അതിശക്തമായ എതിർപ്പാണ് പിണറായി ഭരണത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിണറായി ഭരണമെന്നാണ് പറയുന്നത് പോലും, LDF ഭരണമെന്നല്ല പറയുന്നത്. മുഴുവൻ ക്രെഡിറ്റും പിണറായിക്ക് കൊടുക്കുക, പിണറായി മന്ത്രിസഭയിലുള്ള CPMന്റെ മന്ത്രിമാർക്ക് തലപൊക്കാൻ കഴിയാത്ത തരത്തിൽ അവരെ അടിച്ചിരുത്തുക. അവരെ മാത്രമല്ല, ഘടകകക്ഷികളുള്ള മന്ത്രിമാരിൽ ആരെയും തന്നെ ഉയർത്തിക്കാട്ടുന്നില്ല. പിണറായി വിജയനും മരുമകൻ റിയാസിന്റെയും പേരും പദ്ധതികളും മാത്രമാണ് പൊതുജനങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുന്നത് എന്നാണ് പറയുന്നത്. പിണറായി വിജയൻ പലതരത്തിലും BJPയുമായിട്ടൊരു അന്തർധാര നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്ന കാര്യത്തിലേക്കും പോയത്. ഈ CPIയുടെ അതൃപ്തി UDF വളരെ അതീവ ശ്രദ്ധയോടുകൂടി ഇത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് മുന്നണിയിൽ നിന്ന് ഒരു കൂടുമാറ്റം ഉണ്ടാകാം എന്ന് UDF കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം CPIയേക്കാൾ മുൻപേ തന്നെ അതൃപ്തരായി നിൽക്കുന്ന ഒരു ഘടകകക്ഷി കൂടിയുണ്ട്. അത് 2021 അങ്ങോട്ടേക്ക് പോയത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം. ജോസ് കെ മാണി വിഭാഗം കഴിഞ്ഞ കുറെ നാളായിട്ടായി മുന്നണി മാറണം എന്നുള്ള ആവശ്യം ശക്തിപ്പെട്ടു, ഇടയ്ക്ക് തീർച്ചപ്പെടുത്തി ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മതി, അപ്പോഴേ ചിത്രം വ്യക്തമാകുകയുള്ളൂ എന്ന്. പക്ഷേ ഇപ്പോൾ LDFന് പ്രതികൂലമായ സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമലയിൽ നിന്നുള്ള വൻ സ്വർണ്ണക്കൊള്ള ഇത് ദേവസ്വം ബോർഡിനെ മാത്രമല്ല ഈ സർക്കാരിനെ തന്നെ വെട്ടിലാക്കിയിരിക്കുന്ന തരത്തിലാണ്. പിണറായി വിജയൻ സർക്കാരിന് അതിരൂക്ഷമായ വിമർശനമാണ് ശബരിമല വിഷയത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2018 ഉണ്ടായ ശബരിമല യുവതീ പ്രവേശത്തിന് ശേഷം അതിലൂടെ പലതരത്തിലുള്ള കോട്ടങ്ങൾ ഉണ്ടാക്കിയ മന്ത്രിസഭ അയ്യപ്പ സംഗമത്തിലൂടെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അത് കൂനിന്മേൽ കുരു എന്ന പോലെ ആയി തീർന്ന് ശബരിമലയിലെ വൻ സ്വർണ്ണവേട്ടയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ സർക്കാരും പ്രതിക്കൂട്ടിലാണെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇനി അത്ര പെട്ടെന്ന് അങ്ങ് മായ്ച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു, അതിന് തൊട്ടു പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ സാഹചര്യം കണ്ടുകൊണ്ടാണ് UDF കൺവീനർ തന്നെ അടൂർ പ്രകാശ് CPIയെ വിളിച്ചിരിക്കുകയാണ് അങ്ങോട്ടേക്ക്. വളരെ മുന്നേ തന്നെ അടൂർ പ്രകാശ് UDF കൺവീനറായി വന്നപ്പോൾ തന്നെ CPIയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതാണ്. അത് പല മുന്നണികളിലും ഉണ്ട്. പുതിയ കൺവീനർ വരുമ്പം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുന്നവരെ ഇങ്ങോട്ടേക്കൊക്കെ വിളിക്കുന്ന പണി. ഇപ്പൊ LDFന്റെ കൺവീനറായിട്ട് രാമകൃഷ്ണൻ വന്നപ്പോൾ
മുസ്ലിം ലീഗിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും SDPIയും വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ച് വരിക, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് രണ്ടു കൈയും നീട്ടി റെഡ് കാർപ്പറ്റ് വിരിച്ചു തരാം എന്നൊക്കെ പറയുകയുണ്ടായി. അത് മുന്നണികളിൽ അങ്ങനെ സംഭവിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അടൂർ പ്രകാശ് വീണ്ടും വിളിച്ചിരിക്കുകയാണ് CPIയെ. എനിക്ക് തോന്നുന്നു CPI വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണിയും വിട്ടുപോരും. മുഖ്യമന്ത്രി പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് ഇടയ്ക്ക് കൂടി പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം 2 ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ്, വിജ്ഞാപനത്തിന് മുമ്പ് കുറെ ഗൾഫ് യാത്ര പൂർത്തീകരിക്കണം. ഇതിന്റെയൊക്കെ പിന്നിൽ വലിയ അജണ്ടയുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണവേട്ട പല സംഭവങ്ങളും ചുരുളഴിയുന്ന സാഹചര്യത്തില് ഈ ഗൾഫ് യാത്രയുടെയും കുറിച്ചും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണവും ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തില് അപ്പോൾ വളരെ മുന്നേ അതൃപ്തരായി നിൽക്കുന്ന ജോസ് കെ മാണി വിഭാഗവും CPIയും കൂടി മുന്നണി വിട്ടാൽ എന്തായിരിക്കും? CPIക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുള്ളതൊക്കെ നമുക്കറിയാം. UDFിനോടൊപ്പം നിന്നിട്ടുള്ള കാലത്താണ്. അച്യുതമേനോൻ ദീർഘകാലം മുഖ്യമന്ത്രി ആയത് തന്നെ കോൺഗ്രസിന്റെയും മറ്റുമൊക്കെ പിന്തുണയോടുകൂടി തന്നെയാണ്. അതുപോലെ ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ ഘടകകക്ഷികളിൽ പ്രധാനിയായിട്ടുള്ള സ്ഥാനം തന്നെ CPIക്ക് കിട്ടത്തില്ല. കാരണം അവിടെ മുമ്പനായിട്ട് നിൽക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് കോൺഗ്രസിനേക്കാൾ മുൻപിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലാണ് പോകുന്നത്. പക്ഷെ അവിടെ LDFിനകത്ത് നിന്നുകൊണ്ട് RSS അജണ്ടയുള്ള ഈ PM ശ്രീ പദ്ധതിക്കെതിരെ CPI പോരാടുമ്പോൾ, ഇനി അവിടെ മുന്നണി വിട്ടിട്ട് UDFിലേക്ക് വരുമ്പോൾ അവിടെ ലീഗാണ് പ്രധാന ഘടകകക്ഷി. ലീഗിനെ സംബന്ധിച്ചിടത്തോളം മതതീവ്രമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI ഇങ്ങനെയുള്ളവരുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ട് അവരെയും കുടക്കീഴിൽ നിർത്തിക്കൊണ്ടാണ് UDF മുന്നണി തന്നെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അവരുമായിട്ട് അങ്ങനെയുള്ള ഒരു സഖ്യത്തിലേക്ക് CPIക്ക് ചെന്ന് നിൽക്കാൻ കഴിയുമോ? CPIയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായിട്ട് ഏതെങ്കിലും തരത്തിൽ നിൽക്കാൻ കഴിയുമോ? പണ്ട് MM മണി ചോദിച്ചതുപോലെ ഏതെങ്കിലും ഒരു കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു കാണിക്കാമോ എന്നാണ് മണി തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചോദിച്ചത്. അതൊക്കെ ശരി തന്നെ ആയിരിക്കാം. അപ്പോൾ മറ്റ് ഏതെങ്കിലും മുന്നണിയിൽ നിന്നുകൊണ്ട് മാത്രമേ CPIക്ക് ഇവിടെ ഇനിയും തഴച്ചു വളരാൻ കഴിയുകയുള്ളൂ. PM ശ്രീ പദ്ധതിയില് ഒപ്പിട്ടപ്പോൾ പറഞ്ഞത് RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. RSS രൂപീകൃതമായിട്ട് 100 വർഷം, CPIയും രൂപീകൃതമായിട്ട് 100 വർഷം. ഇതിന്റെ രണ്ടിന്റെയും വളർച്ച എങ്ങോട്ട് എന്നുകൂടി നോക്കേണ്ടത് ഇരിക്കുന്നു. അതുകൂടി ബിനോയ് വിശ്വം മനസ്സിലാക്കുക, ഈ രണ്ടിന്റെയും വളർച്ച. പക്ഷെ എന്തായാലും CPIക്ക് അടുത്ത തീരുമാനം ഒരുപക്ഷെ എടുത്തേക്കാം. മന്ത്രിമാരെ പോലും പിൻവലിക്കാമെന്ന് പറയുന്നുണ്ട്. മന്ത്രിസഭാ ബഹിഷ്കരണവും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് എത്ര നാളത്തേക്കായിരിക്കും? അത് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? പിണറായി വിജയന്റെ വിരട്ടൽ ഒന്നും ഇനി CPIയോട് നടക്കില്ല എന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.